ഹായ് ആമീസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്തൊക്കെയായിരുന്നു ഇന്ന് പരിപാടി? വല്ല കൊടുക്കൽ വാങ്ങൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ? ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ സിംഗിൾസാ, ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്നാണെങ്കിൽ ഇത് ആഘോഷിക്കാൻ ഒരു കമ്മിറ്റിയിലും വേണ്ട, വെറുതെ അങ്ങോട്ട് ആഘോഷിക്കണേ. ഫ്രണ്ട്സിന്റെ കൂടെയോ വീട്ടുകാരുടെ കൂടെയോ സിബ്ലിങ്സിന്റെ കൂടെയൊക്കെ ആഘോഷിക്കാം. ഒരു 3-4 ഐലവിക്കൊന്ന് എല്ലാവരോടും പറ. കുറെ വട്ടം പറയേണ്ട, കുതിരവട്ടത്തും ഉണ്ടാക്കും. അപ്പൊ കം ടു ദി ടോപ്പിക്. നിങ്ങൾക്കൊക്കെ കുറെ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടോ? റിജക്ഷൻ കിട്ടിയിട്ടുണ്ടോ? തേപ്പ് കിട്ടിയിട്ടുണ്ടോ? തരം പറ. എനിക്കിതൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്, ഒന്നും വർക്കൗട്ട് ആയില്ല. അതുകൊണ്ട് തന്നെ ഐ എം സ്റ്റിൽ സിംഗിൾ. പക്ഷെ നമുക്കെല്ലാവർക്കും നമ്മുടെ ഫസ്റ്റ് ലവ് കുറച്ച് സ്പെഷ്യൽ അല്ലേ? അതിപ്പോ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ക്രിഞ്ചായിരുന്നു. ടോപ്പിക്കിലേക്ക് വരൂ. കുറെ ഷോയിലും ഇന്റർവ്യൂയിലും ഒക്കെ ആയിട്ട് അവരുടെ ഫസ്റ്റ് ലവിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓരോ അഫെയർ ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നിൽ കൂടുതലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഒരു അഫെയറും ഇല്ലാത്ത ഒരാളുണ്ട്. അതാരാന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മുടെ ജിമിൻഷിന്റെ പറയാം. ജിമിൻഷിന്റെ ഒരു വൺ സൈഡ് ലവ് ആയിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു, നല്ല ഇഷ്ടമായിരുന്നു. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടിനെ കാണുമ്പോൾ തന്നെ ജിമിൻഷിക്ക് നാണം വരും. അതുകൊണ്ട് തന്നെ അത് പറയാനും പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെയാണ്. ആൻഡ് ജിമിൻഷിക്ക് കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അതായത് നല്ല സ്വഭാവമായിരിക്കണം, ക്യൂട്ടായിരിക്കണം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഉയരം ജിമിൻഷിനേക്കാളും കുറവായിരിക്കണം. ആ പറഞ്ഞ ന്യായം. അടുത്ത നമ്മുടെ വി. ലവിന്റെ കാര്യത്തിൽ അന്ന് അണ്ണൻ വളരെ അൺലക്കി ആയിരുന്നു. പ്ലീസ് നോട്ട് അന്ന്. എന്താന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ലവ് ഉണ്ടായിരുന്നു. പക്ഷെ ഒറ്റ ദിവസം മാത്രമാണ് അത് ഉണ്ടായിരുന്നത്. വേറൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അതൊരു വൺ സൈഡ് ലവ് ആയിരുന്നു. പക്ഷെ അത് പറയാൻ വേണ്ടിയിട്ടാണ് കുറേ ശ്രമിച്ച്. ഫോണിലൂടെ ഗൊത്താനായിരുന്നു അണ്ണന്റെ പ്ലാൻ. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ആ കുട്ടി ഫോൺ എടുത്തില്ല. അങ്ങനെ അതും മൂഞ്ചി. അങ്ങനെ വലിയ സങ്കല്പങ്ങളൊന്നും അണ്ണനില്ല. പൈസ നല്ലോണം സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ പാരന്റ്സിനൊക്കെ നന്നായിട്ട് നോക്കണം, അത്രയൊക്കെ ഉള്ളൂ. അടുത്ത് നമ്മുടെ കൂക്കിക്ക് ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു അഗാധമായ പ്രണയം. പക്ഷെ ആ പ്രായത്തിൽ അതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പൊട്ടിപ്പോയി. ഇന്ന് അതിലാണെങ്കിൽ PhD ഉണ്ട്. കൂക്കിന്റെ സങ്കല്പമാണ് ഹൈലൈറ്റ്. 165 സെന്റിമീറ്റർ ഹൈറ്റ് വേണം, നല്ല സ്വഭാവമാവണം, സ്മാർട്ട് ആവണം. പിന്നെ അടുത്ത് വന്ന ആറിഷുവർ സീസൺ 2 ഒരു എപ്പിസോഡിൽ കൂക്കിന്റെ വേറൊരു ലവ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ കൊറിയക്കാരി അല്ലാത്ത ഒരാളോട് തോന്നിയ ഒരു ഇഷ്ടത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ട്രെയിനിങ് പീരീഡിൽ 1 മാസത്തെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂക്കി അമേരിക്കയിലായിരുന്നു. അന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. കൂക്കിനെ പോലെ തന്നെ ട്രെയിനിങ്ങിന് വന്ന ഒരു കുട്ടിയായിരുന്നു. കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. ട്രെയിനർ കൂക്കിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇംഗ്ലീഷ് അറിയാത്തോണ്ടും സംസാരിക്കാനുള്ള മടികൊണ്ടും കൂക്കിക്ക് അന്ന് മിണ്ടാൻ പറ്റില്ല. അങ്ങനെ അത് ഫ്ലോപ്പായി. എന്നാൽ ഇന്നാണെങ്കിൽ ഞാൻ നേരെ അവളുടെ അടുത്ത് എന്ന് ഐ ലൈക്ക് യു എന്ന് പറയായിരുന്നു എന്നൊക്കെയാണ് കൂക്കി ആ ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിയാണ്, കൂക്കി അതും പറയും, അതിനപ്പുറം പറയും. കൂക്കിക്ക് ഇനി വേറെ ഫസ്റ്റ് ലവ് ഉണ്ടോന്നറിയില്ല. നിലവിൽ ഇത് രണ്ടുമാണ് കൂക്കിന്റെ ഫസ്റ്റ് ലവ്. ഇനി നമ്മുടെ ഷുഗേട്ടൻ. അണ്ണൻ കുറച്ച് വെറൈറ്റിയാണ്. മിഡിൽ സ്കൂൾ പഠിക്കുന്ന സമയത്താണ് ഒരു അഫെയർ ഒക്കെ ഉണ്ടാവുന്നത്. കുറെ കാലത്തെ ഫ്രണ്ട്ഷിപ്പിന് ശേഷമാണ് പ്രണയം തുറന്നു പറഞ്ഞത്. അങ്ങനെ അവര് റിലേഷനിലാവുന്നുണ്ട്. അണ്ണന്റെ ആ ഒരു ഷൈനസ് കൊണ്ടും ഒരു റിലേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാത്തതുകൊണ്ടും അത് ബ്രേക്കപ്പ് ആയി. ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് സ്കൂൾ ടൈമിൽ ഒരു റേഡിയോ സ്റ്റേഷനിലോട്ട് ഷുഗേട്ടൻ ഒരു റിഗ്രറ്റ് ടൈപ്പ് കത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലീഡർ ജൂണേട്ടന്റെ പ്രണയത്തെ കുറിച്ച് പറയാനാണെങ്കിൽ അതും ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. കമ്മിറ്റഡ് ആയിരുന്നു. ആ കുട്ടിക്കാണെങ്കിൽ വേറെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് തമ്മിൽ എന്നും വഴക്കായിരുന്നു. ആ ഒരു ബിഹേവിയറുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ട് ബ്രേക്കപ്പ് ആയി. നെക്സ്റ്റ് നമ്മുടെ ഹോപ്പേട്ടൻ. BTS ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു അഫെയർ ഉണ്ടായിരുന്നു. ആ കുട്ടിക്കാണെങ്കിൽ വേറൊരു അഫെയർ ഉണ്ടായിരുന്നു. അങ്ങനെ അതും പോയി. ചുരുക്കി പറഞ്ഞ തേപ്പ് അവള് തേച്ചു. ആ കുട്ടി എന്ന് തേച്ചില്ലായിരുന്നെങ്കിലോ ഇപ്പൊ നഷ്ടബോധമൊക്കെ ഉണ്ടാവൂലേ? പ്രണയത്തിന്റെ ഒരു നൂലാമാലകളിലും പെടാത്ത ഒരാളുണ്ട്, നമ്മുടെ ജിന്നേട്ടൻ. പ്രണയമൊക്കെ ഉണ്ടാവും, പറയാത്തതാവും, പറഞ്ഞാലല്ലേ നമ്മളറിയൂ. ഈ മിണ്ടാപ്പൂച്ച കാലടിക്കുന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ ജിന്നേട്ടനായിരിക്കും ചിലപ്പോ കൂക്കിനേക്കാളും കൂടുതൽ ഫസ്റ്റ് ലവ് ഉണ്ടാവുക. നമ്മളിപ്പം BTS റിലേഷൻസ്, അഫെയർ അതൊക്കെ തപ്പാൻ പോയ ഒരുപാട് സ്റ്റോറീസ് നമുക്ക് കാണാൻ പറ്റും. അതിലൊക്കെ കുറേയൊക്കെ ഫാൻ മെയ്ഡാണ്. നമ്മൾ അറിയാത്തതും പറയാത്തതും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അവരുടെ ലൈഫിൽ. നിലവിൽ അവരാരും കമ്മിറ്റഡ് അല്ല എന്നാണ് വെപ്പ്. പക്ഷെ ആർക്കറിയാം അവർ കമ്മിറ്റഡ് ആണോ എന്ന്? കമ്മിറ്റഡ് ആയിരിക്കും. അഫെയർ ഒക്കെ ഉണ്ടാവും, നമ്മളോട് പറയാത്തായിരിക്കും. ഉണ്ടായിക്കോട്ടെ, നല്ലതല്ലേ. അവർക്കും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? നമുക്കും അതല്ല ആഗ്രഹം. ഫാമിലിക്കായി, കുട്ടികളൊക്കെയായി, കുടുംബക്കായി, നല്ല രസമായിരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഒരു വാലന്റൈൻസ് ഡേ കൂടി തീർന്നു അല്ലേ? ഗിഫ്റ്റ് ഒക്കെ കിട്ടിയോ? ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ, ലീവൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങി കുറേ കപ്പിൾസിനെ കണ്ട്. പുറത്തിറങ്ങേണ്ടതെന്നും തോന്നിപ്പോയി. ഇമോഷണലി, മെന്റലി, ഫിസിക്കലിയോ ഒക്കെ ഡാമേജ് ആയി. ബട്ട് നോ പ്രോബ്ലം. ഞാനൊക്കെ ജൂണേട്ടന്റെ സിംഗിൾസ് ക്ലബിൽ മെമ്പറാ. സെൽഫ് ലവിന്റെ ആൾക്കാരാ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബൈ ആമീസ്.